പറ്റി സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചിന്തകൾ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കഴിഞ്ഞ ദിവസം ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗങ്ങളായിരുന്ന ഒരു കുടുംബ അംഗങ്ങൾക്ക് സംഭവിച്ച അപമാനവും ദുരവസ്ഥയും കേന്ദ്രീകരിച്ച് അവരുടേതായ വാക്കുകളിൽ ഒരു വീഡിയോ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ പങ്കിട്ടതിനോട് ഇതിനോടകം 4400-ൽ പരം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ദുരവസ്ഥയിൽ ആയിപ്പോയ കുടുംബാംഗങ്ങളോട് സഹാനുഭൂതിയോടുകൂടെയാണ് പ്രതികരിച്ചത് എന്നത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒന്നോ രണ്ടോ പേർ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നതും അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല. ഈ വീഡിയോയിൽ പ്രധാനമായും എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് അല്ലെങ്കിൽ പങ്കിടാനുള്ളത് ഈ സംഭവത്തിൽ കൂടെ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്താണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോട് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കും. ഒന്ന്, മാധ്യമ സുഹൃത്തുക്കൾ പ്രതികരിക്കുന്നത് പോലെ, അതിന് ജേർണലിസ്റ്റിക് അപ്രോച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കറിയാൻ താല്പര്യമുള്ള, അവർക്ക് കൗതുകമേറിയ കാര്യങ്ങൾ എന്താണ്, അത് ഊന്നൽ കൊടുത്ത് ഒരു പ്രത്യേകമായ രീതിയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുക. ആ സമീപനത്തിൽ നിലവിലിരിക്കുന്ന അവസ്ഥയുടെ നിജസ്ഥിതി എന്താണെന്നോ അതിൻ്റെ പാളിച്ചകൾ എന്താണെന്നോ അതുകൊണ്ട് സംഭവിക്കേണ്ട മാറ്റങ്ങൾ എന്താണെന്നോ യാതൊരു വിധത്തിലും ചിന്തിക്കുവാനുള്ള താല്പര്യമോ സാവകാശമോ ചുമതല ഉണ്ടാകുകയില്ല. എന്നാൽ രണ്ടാമതൊരു സമീപനമുണ്ട്, അതാണ് എൻ്റെ സമീപനം. ആ സമീപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തു സംഭവിച്ചു എന്നല്ല, സംഭവിച്ചതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്, സംഭവിച്ചതിൻ്റെ അർത്ഥം എന്താണ്, ആ സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നതാണ് എൻ്റെ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു എന്ന് കഴിഞ്ഞ 4-5 വർഷമായി എന്നോട് കൂടെ സഞ്ചരിക്കുന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന എവർക്കും കൃത്യമായി ബോധ്യപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുവാൻ വേണ്ടത്ര തെളിവൊന്നും എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിശ്വാസം നിലനിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യാഥാർത്ഥ്യം കുറച്ചുകൂടെ വ്യക്തമാകത്തക്കവണ്ണം ഞാൻ ഈ വീഡിയോയിലെ ഉള്ളടക്കം പ്രത്യേകമായി രൂപപ്പെടുത്തുകയാണ്. നിങ്ങൾ ദയവായി ഇതിൻ്റെ ഉള്ളടക്കം ആദ്യം മുതൽ അവസാനം വരെ സശ്രദ്ധം ചിന്തിക്കുന്ന മനസ്സോടെ, സത്യത്തെ അറിയാനുള്ള താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണണമെന്ന് ഏവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം. ഈ അന്വേഷണം വ്യക്തിപരമായ ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ടോ വികാരങ്ങൾ കൊണ്ടോ അല്ല എന്നെ പിന്നെയോ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിലുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വളരെ വളരെ അർത്ഥവത്തായ ഒരു താരതമ്യ പഠനത്തിന് ഇത് വഴിയൊരുക്കും എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മീയമായ ആശയങ്ങളുമായി പരിചയം സമ്പാദിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും എന്നത് എൻ്റെ ഉത്തമ വിശ്വാസമാണ്. എൻ്റെ മനസ്സിലുള്ള സംഭവം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ സുപരിചിതമായ ബെഥസ്ദ കുളക്കരയിലെ സംഭവമാണ്. ഇവിടെ 3 കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, യേശു യെരുശലേമിലേക്ക് പോകുന്നത് യഹൂദന്മാരുടെ ഉത്സവത്തിൽ പങ്കെടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്.
രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ യെരൂശലേമിൽ പോയി യഹൂദന്മാരുടെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി ഉദ്യമിച്ച യേശുവിനെ നാം കാണുന്നത് യഹൂദന്മാരുടെ അഭിമാനവും അഹങ്കാരവുമായിരുന്ന യേശുവിനെ ദേവാലയത്തിലല്ല, അതിൽ നിന്ന് അല്പം ദൂരെ മാറി ബെത്സൈദ എന്ന് പറയുന്ന സ്ഥലത്ത് അവശരായി, രോഗികളായി, നിരാലംബരായി കഴിയുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിലാണ്. ഇത് വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുവിശേഷം ഘോഷിക്കുന്നവർ ശ്രദ്ധയിൽപ്പെടാറില്ല. ഞാൻ സുവിശേഷം വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഇപ്രകാരമുള്ള കാര്യങ്ങളിലാണ് പതിക്കുന്നത്. അതിന് പലവിധമായ പശ്ചാത്തലങ്ങളുണ്ട്. അവയൊന്നും വിവരിക്കുവാനുള്ള സാവകാശം ഒരു വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് മാറ്റിവെക്കുകയാണ്. അപ്പോൾ രണ്ടാമതായി ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ബെത്സൈദ കുളക്കര തന്നെ രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്. ഒന്ന്, ദൂതൻ വന്ന് വെള്ളം ഇളക്കുമ്പോൾ അതിലാദ്യമേ ചാടി സുഖം പ്രാപിച്ച് അതിൻ്റെ ഗുണഫലം അവകാശമാക്കാൻ ചുണയുള്ള ആളുകളുണ്ട്. എന്നാൽ അതേസമയം തന്നെ എത്ര തവണ ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കിയാലും അതുകൊണ്ട് യാതൊരു വിധത്തിലും ഗുണം പ്രാപിപ്പാൻ ഇടയാകാതെ, എന്തുകൊണ്ടാണ് തനിക്ക് ദുർഗതി വന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ 38 വർഷം ആ കുളക്കര ഒരു ചിതൽപ്പുറ്റ് പോലെ കഴിയുന്ന ഒരവസ്ഥയുമുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിൻ്റെ ശ്രദ്ധ ബെത്സൈദ കുളക്കരയിൽ ഉണ്ടായിരുന്ന അനേകം ആളുകളിലല്ല, പിന്നെയോ ആ ഒരു വ്യക്തിയിലാണ്. അവൻ്റെ അവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയുവാൻ യഹൂദന്മാരുടെ സുപ്രധാനമായ അമ്പലമായ ആരാധനാലയമായ യെരൂശലേം ദേവാലയത്തിൽ കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾക്കോ വേണ്ട, അവൻ്റെ കൂടെ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന ആർക്കുമോ സാധ്യമല്ല. അവർക്കതിനുള്ള കഴിവില്ലായിരുന്നു. ആ വ്യക്തിയുടെ ആന്തരികമായ അവസ്ഥ, വ്യക്തിപരമായ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കുവാൻ യേശുവിന് മാത്രമേ കഴിവുണ്ടായിരുന്നുള്ളൂ എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ക്രിസ്തീയമായ ഒരു ദൗത്യം അല്ലെങ്കിൽ സേവനം എന്താണ് എന്നതിൻ്റെ ഏറ്റവും വ്യക്തവും ഉദാത്തവുമായ ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ്? ആ മാതൃക യേശുവിൽ കൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ മുൻഗണന, പ്രയോറിറ്റി എന്തായിരുന്നു? യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്ന വലിയ വലിയ സംരംഭങ്ങളിൽ പങ്കെടുക്കുകയോ അതിൻ്റെ മുഖ്യ ആസനം കൈവരിക്കുകയോ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുകയോ ചെയ്യുകയല്ല. യേശുവിൻ്റെ ശ്രദ്ധ ആ ബെത്സൈദ കുളക്കര രോഗശാന്തി പ്രാപിച്ചു കിടക്കുന്ന മറ്റനേകം ആളുകളിലുമല്ല. യേശുവിൻ്റെ ശ്രദ്ധ ഏറ്റവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി, അവൻ 38 വർഷം അങ്ങനെ കിടന്നിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ, അവിടുത്തെ സാധ്യതകൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഏതാണ്ട് നശിച്ച് പ്രത്യാശയില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് താൻ ഇപ്രകാരമായി പോയത്, തൻ്റെ അവസ്ഥ ഇപ്രകാരം പ്രത്യാശാരഹിതമായി പോയത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയൊരു വ്യക്തിയോട് വ്യക്തിപരമായി, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, വ്യക്തിപരമായി ഇടപെട്ട് അവന് വിടുതൽ നൽകുന്ന ഒരു സമീപനമാണ് യേശുവിൽ കാണുന്നത്. അതാണ് ക്രിസ്തീയമായ സമീപനമെന്ന് എന്തുകൊണ്ടോ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പുരോഹിതർ മനസ്സിലാക്കുന്നില്ല. പിന്നെ മെത്രാന്മാരുടെ കാര്യം പറയുകയും വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ മതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് യഹൂദ മതത്തിൻ്റെ അതേ മാതൃകയിലാണ്. വാസ്തവത്തിൽ ക്രിസ്തുമതം എന്ന ഒരു കാര്യമില്ല. യഹൂദ മതത്തിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് ഇപ്പോൾ നാം ക്രിസ്തുമതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മതത്തിൽ ക്രിസ്തുമതത്തിൽ ക്രിസ്തു ഇല്ലാത്തതിൻ്റെ കാര്യം ലൗദോക്യ സഭയിലെ ആ ചിത്രം വെച്ച് പറഞ്ഞാൽ, ക്രിസ്തുമതത്തിൽ ക്രിസ്തു ഇല്ലാത്തതിൻ്റെ കാര്യം ഇത് യഹൂദ മതത്തിൻ്റെ മാതൃകയിൽ അപ്പാടെ രൂപീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്തായിരുന്നു യഹൂദ മതത്തിൻ്റെ ന്യൂനത?
അത് മറ്റൊന്നുമല്ല, എല്ലാ യഹൂദനും അവൻ്റെ കടമയനുസരിച്ച് യെരൂശലേം ദേവാലയത്തിൽ പോകണം, അവിടെ വലിയ പുരുഷാരമുണ്ടാകണം. അങ്ങനെ ആളുകൾ വരുന്നത് കൊണ്ട് വലിയ ലാഭം യഹൂദ മത സംവിധാനങ്ങൾക്കുണ്ടാകും. ലാഭം വർദ്ധിക്കുന്നതോടുകൂടെ യഹൂദ മത പുരോഹിതന്മാരുടെ അധികാരവും പ്രാധാന്യവും വർദ്ധിക്കും. അവിടെ അധികാരത്തിന് കൂടുതൽ മൂർച്ചയുണ്ടാകും. അത് കണ്ട് ജനം കണ്ണഞ്ചിച്ച് നിൽക്കും. അവരുടെ വ്യക്തിപരമായ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വിടുതൽ നൽകുവാൻ കൂട്ടാക്കാനുള്ള കടമ ഈ പുരോഹിതർക്ക് ആർക്കുമില്ല. അവരുടെ ആകപ്പാടെയുള്ള ചിന്ത യെരൂശലേം ദേവാലയത്തിൽ നടക്കേണ്ട ക്രിയകൾ, ആചാരമുറകൾ അപ്രകാരം കാലാകാലങ്ങളിൽ മുടക്കം വരാതെ നടത്തിക്കൊണ്ടു പോകുക എന്നതാണ്. വ്യക്തികളുടെ അവസ്ഥ എന്താണ് എന്ന് പരിഗണിക്കുവാനോ അവരുടെ അവസ്ഥയോട് ഇടപെട്ട് അവർക്ക് വിടുതൽ ലഭിക്കത്തക്കവണ്ണം ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുവാനോ ഉള്ള ബോധമോ കടമയോ യഹൂദ പുരോഹിത വർഗത്തിനില്ലായിരുന്നു. അത് തന്നെയാണ് ക്രിസ്തീയ പുരോഹിതന്മാർക്കും ഉള്ളത് എന്ന് ദയവായി തിരിച്ചറിയുക. നിങ്ങൾ സുവിശേഷങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. യേശുവിൻ്റെ സമീപനം എപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. പേഴ്സൺ സെൻട്രിക് എന്ന് ഇംഗ്ലീഷിൽ പറയും. വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിയെ അവൻ്റെ അവസ്ഥയുടെ സത്യാവസ്ഥയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അവന് എന്തെങ്കിലും പ്രയോജനം വരുന്ന, അവന് വിടുതൽ അനുഭവവേദ്യമാക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് പാളയം പോലെയുള്ള വലിയ വലിയ പള്ളികളിൽ അവിടെ ഏതാണ്ട് 2000-ഓളം കുടുംബങ്ങളുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. അതൊരു വലിയ പുരുഷാരമാണ്. അപ്പം പുരുഷാരത്തിൻ്റെ വലിപ്പമാണ് ഒരു സഭയുടെ അഹങ്കാരം. ആ പുരുഷാരത്തിൻ്റെ വലിപ്പമനുസരിച്ച് അവിടുത്തെ ആദായം വർദ്ധിക്കുന്നു. അപ്പോൾ കോട്ടയത്ത് മധ്യകേരള ഡയസിസിൻ്റെ ബിഷപ്പിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, അതായത് സാബുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, കേരളത്തിൽ വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു പള്ളിയാണ് ക്രൈസ്റ്റ് ചർച്ച് പാളയം. അപ്പോൾ അവിടെ നിന്ന് എല്ലാ വർഷവും 36 ലക്ഷം രൂപ, ₹1 കുറവില്ലാതെ കോട്ടയത്തോട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ 36 ലക്ഷം അയച്ചു തരുന്നൊരു പള്ളിക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചാണ് ഇത് സംരക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സഭയുടെ സെക്രട്ടറിയായ മനുഷ്യന് വലിയ ചക്രവർത്തിയെ പോലെ, അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ച് എന്നെ വിറപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ഞാൻ അത് സംബന്ധമായ വേറൊരു വീഡിയോ ചെയ്തതാണ്. എൻ്റെ മുട്ടിടിപ്പിക്കാൻ അദ്ദേഹം വലിയ അഭ്യാസങ്ങളൊക്കെ നടത്തി. പണ്ടത്തെ ചക്രവർത്തിമാർ പോലും ഇങ്ങനെ ഉത്തരവിടത്തില്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് നിർവഹിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വലിയൊരു പുരുഷാരത്തിൽ നിന്ന് വരുന്ന ആദായം, അങ്ങനെ അതിട്ട് കൈയാളുന്ന ആളുകൾ, അവരുടെ വിചാരം അവർ ഈ കാലത്തെ വലിയ ചക്രവർത്തിമാരാണ്. അവരുടെ കോപം ആരുടെ മേൽ വന്നാൽ അവൻ്റെ കഥ കഴിയും. ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ മട്ടുപ്പാവിൽ കയറി ഇരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ വിനോദിൻ്റെയും ഡോക്ടർ സാറയുടെയും അനുഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? ഈ ഒരു ക്രമീകരണത്തിൽ ഒരു വ്യക്തിയുടെ പോലും ജീവിതത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അതിന് അനുയോജ്യമാകുന്ന വിധത്തിൽ, അതിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിന് അർത്ഥവത്താകുന്ന വിധത്തിൽ ഇടപെടുവാനും തക്കതായ ഒരു ശുശ്രൂഷ ചെയ്യുവാനുമുള്ള കഴിവോ കടമയോ ഒരു പുരോഹിതനും ഉണ്ടാകുകയില്ല. ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പുരോഹിതന് അതൊട്ടുമില്ല എന്നതാണ് ഈ സംഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് സഭയിൽ നിന്ന് പുകച്ചു വെളിയിൽ ചാടിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിൽ ഇതിൻ്റെ അധികാരം കൈയാളുന്ന ആളുകൾ തീരുമാനിക്കാൻ ഇടയാതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ ഇടയാകും. അപ്പോൾ യേശു ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ
നാം വായിക്കുന്നത്, യേശു അന്നത്തെ ജനങ്ങളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. അവരുടെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടർ വിനോദിൻ്റെയും ഡോക്ടർ സെറായുടെയും അവസ്ഥ എന്താണ്? ഇടയനില്ലാത്ത ആടുകളാണ്. അവർക്കുള്ളത് എന്താണ്? സഭ ഭരിക്കുന്ന പുരോഹിതനും പുരോഹിതൻ്റെ അംശവടിയായി നിൽക്കുന്ന ചില സഭാ ഭാരവാഹികളും അതിലേറ്റവും നട്ടൽ വലിപ്പമുള്ള ഒരുത്തനാണ് അവിടുത്തെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്ററെക്കാളൊക്കെ വലിയ സ്ഥാനമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. ആ വിധത്തിലാണ് ഇന്നലെ എന്നോട് അദ്ദേഹം സംസാരിച്ചത്, എനിക്ക് താക്കീത് നൽകിയത്. അപ്പോൾ അത് പേടിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുകൂടെ സമ്മതിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിയുടെ പോലും ആത്മീയമോ വ്യക്തിപരമോ ആയ ആവശ്യങ്ങളോട് ചുമതല ബോധത്തോടെ ഇടപെടുവാനുള്ള കടമ പോട്ടെ, കഴിവ് ആർക്കും ഉണ്ടാകുകയില്ല. വ്യക്തികൾ പിന്നെ സ്ഥിതി ചെയ്യേണ്ടത് ആ സഭയുടെ വരുമാനത്തിനും വലിപ്പത്തിനും വേണ്ടിയാണ്. വ്യക്തികൾ സഭയ്ക്ക് വേണ്ടി നിൽക്കണം. സഭയ്ക്ക് വ്യക്തികളോട് യാതൊരു കടമയുമില്ല. ഇത് സംബന്ധമായ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയും. എൻ്റെ ഇളയ മകളുടെ വിവാഹം അടുത്തു വന്നു. അപ്പം ഞാൻ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൻ്റെ അംഗമാണ്. മാസൂരി എല്ലാം കൊടുക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല, അതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിവാഹം ചെയ്യുന്നത് യാക്കോബ സഭയിലെ ഒരു യുവാവിനെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കല്യാണം ഞായറാഴ്ചയാണ്. കല്യാണം ഞായറാഴ്ച നടക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആത്മീയമായ അപാകതയോ പാപമോ ഉണ്ടെന്ന് ഞാൻ ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല. കല്യാണം ഞായറാഴ്ച നടക്കരുത് എന്നൊരു നിയമം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഏതായാലും വിവാഹമൊക്കെ തീരുമാനിച്ച ശേഷം ഞാൻ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അന്നത്തെ ചുമതലക്കാരനായ വികാരി CY തോമസ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഇതൊന്ന് വിളിച്ചു ചൊല്ലണം. പറഞ്ഞത് നടക്കത്തില്ല, ഇവിടെ സാധ്യമല്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നിങ്ങൾ വിവാഹം നടത്താൻ പോകുന്ന ഞായറാഴ്ചയാണ്. വിവാഹം ഞായറാഴ്ച നടത്തിയാൽ ഒരു വിധത്തിൽ സഹകരിക്കരുതെന്ന് കോട്ടയത്ത് നിന്ന് എനിക്ക് ഉത്തരവുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണ് കോട്ടയത്ത്? അത് ബിഷപ്പ് തിരുമനസ്സാണ്. അന്നത്തെ ബിഷപ്പ് തിരുമനസ് തോമസ് കെ ഉമ്മനാണ്. അദ്ദേഹം ഒരു ചക്രവർത്തിയേക്കാൾ വലുതായി കൊടികുത്തി വാഴുന്ന കാലം. ഒരു കൃമിയായ എൻ്റെ മകളുടെ കല്യാണം, അതിന് ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കാൻ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നാൻ യാതൊരു നിയമവുമില്ല, ആവശ്യവുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കോട്ടയത്ത് പോയി തിരുമനസിൻ്റെ ഒരു ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാനത് ചെയ്യാമെന്ന് പറയാം. ഞാൻ പറഞ്ഞു, അത് എന്നെ കൊണ്ട് അത് സാധ്യമല്ല. ആടെ മുമ്പിൽ പോയി കൈകൂപ്പി എന്ന് തെണ്ടുന്ന ഒരു സ്വഭാവം എനിക്കില്ല. മകളുടെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ആ പരിപാടി ഞാൻ ചെയ്യുകയില്ല. അപ്പോൾ പറഞ്ഞു, ഒരു വിധത്തിലും സഭയായി ഞങ്ങൾ സഹകരിക്കുകയില്ല, താങ്കളുടെ ഭവനത്തിൽ സന്ദർശനത്തിന് പോലും ഞങ്ങൾ വരികയില്ല. പറഞ്ഞു, അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്താട്ടെ. അദ്ദേഹം വന്നില്ല, ആരും തന്നെ സഹകരിച്ചില്ല. എന്നാൽ എൻ്റെ മാസവരി വാങ്ങിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല, എല്ലാ സംഭാവനകളും ഉദാരമായി നൽകുന്നത് സ്വീകരിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങോട്ട് സഹകരിച്ചാൽ പ്രശ്നമാണ്. ഇതാണ് അവസ്ഥ. അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, എൻ്റെ മകളുടെ കല്യാണം നടക്കേണ്ടതിന് വേണ്ടി ഞാൻ അവളെ ഡൽഹിയിലുള്ള ഒരു യാക്കോബ സഭയിൽ കൊണ്ട് 27ാമത്തെ വയസ്സിൽ വീണ്ടും ക്രിസ്ത്യാനിയാക്കി. ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. CSIക്കാരനായ ദീർഘകാലം പുരോഹിതനായിരുന്ന ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് CSI സഭയുടെ നിസ്സഹരണം മൂലം സഭ എന്നെ ജീവിതത്തിലെ വലിയൊരു അർത്ഥവത്തായ അവസ്ഥയിൽ പൂർണ്ണമായും കൈ ഒഴിഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോയി യാക്കോബ സഭയിൽ ചേർക്കാനായിട്ട് അവളെ കൺവേർട്ട് ചെയ്യണം. സഭ തമ്മിലുള്ള ഐക്യവും പൊരുത്തമൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ ആ യാക്കോബ സഭയിൽ വിളിച്ചു ചൊല്ലിയിട്ടാണ് എൻ്റെ മകളുടെ കല്യാണം നടന്നത്. ഒരു പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സാഹചര്യത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഏതോ ഒരു ബിഷപ്പിൻ്റെ താന്തോന്നിത്തം കൊണ്ട് അദ്ദേഹം രാപ്പകലുണ്ടാക്കിയ ഒരു നിയമം. ആ നിയമം ഉണ്ടാക്കിയതിൻ്റെ കാര്യം CSI ക്രിസ്ത്യാനികൾ മറ്റു സഭകളുമായി സഹകരിക്കരുത് എന്ന ഒരേ ഒരു ദുരുദ്ദേശം കൊണ്ടാണ്. അല്ലാതെ യേശു പഠിപ്പിച്ചത് കൊണ്ടോ വേദപുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ടോ ഒന്നും അല്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ദുരുദ്ദേശപരമായ കച്ചവട മനോഭാവത്തോടുകൂടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഒലക്ക പോലെടുത്ത് സാധാരണ പാവപ്പെട്ട വിശ്വാസികളുടെ തലയിൽ കൊണ്ട് അടിക്കുകയാണ്. ആടിക്കൊണ്ടവനാണ് ഞാൻ. എന്നിട്ടും ഞാനത് സഹിച്ച് കുറച്ചാൽ അവിടെ നിന്നു. പിന്നെ പല സംഭവങ്ങളുണ്ടായി. ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത്,
ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥയിൽ എപ്രകാരമാണ് അവന് ആത്മീയമായ അർത്ഥവത്തായ ഒരു ശുശ്രൂഷ പ്രദാനം ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള മനസ്സോ സ്വാതന്ത്ര്യമോ ചുമതലബോധമോ കഴിവോ ഇല്ലാത്ത സഭ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അച്ഛൻ. അച്ഛൻ പറയുന്ന പോലെ നടക്കും, അച്ഛൻ പറയുന്നത് നടത്താനായിട്ട് ചില ആളുകൾ അച്ഛൻ്റെ ചിങ്കിടികളായിട്ട് നടക്കുന്നു, ബാക്കിയുള്ളവർ അവരെ പേടിച്ച് നിൽക്കണം, അല്ലാത്തവർ ഇറങ്ങിപ്പോകണം എന്ന വിധത്തിലാണ് ഇപ്പോൾ സഭകൾ ഒട്ടുമുക്കാലും പ്രവർത്തിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്ന, നിങ്ങളുടെ വ്യക്തിപരമായ അവസ്ഥയിൽ നിങ്ങൾക്ക് അർത്ഥവത്തായ സേവനം നൽകുവാൻ കൂട്ടാക്കുന്ന ഒരു പുരോഹിതനും ഒരു സഭയും ഇന്നില്ല എന്ന് തിരിച്ചറിയുക. ഇവയൊക്കെയും ഓരോ സഭയും അവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അവരുടെ ലാഭവും അധികാരവും ധിക്കാരവും മാത്രം നിലനിർത്തുവാൻ കൂട്ടാക്കി പ്രവർത്തിക്കുന്ന ലൗകികമായ സംഘടനകളാണ്. ഇവിടെ മനുഷ്യനെ കാണാൻ കണ്ണില്ല, രൂപമാണ് അല്ലാതെ ബാക്കിയൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടി, അതിൻ്റെ 1-2 വരികൾ പാടി ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഹൃദയം മറന്നോ നാണയത്തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ, ആ സ്നേഹബന്ധം ഈ ലോകയാഥാർത്ഥ്യമേ, ഈ ലോകയാഥാർത്ഥ്യമേ. ഹൃദയം മറന്നു നാണയത്തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ. ആ സ്നേഹബന്ധം എന്നതിന് പകരം ആ സഭാബന്ധം എന്ന് പറഞ്ഞാൽ അത് കവി പറഞ്ഞത് അർത്ഥവത്തായി തീരും. ഇതാണ് ക്രിസ്ത്യാനിക്ക് പറ്റിയിരിക്കുന്ന അക്കിടി, ഇതാണ് നമ്മെ ബാധിച്ചിരിക്കുന്ന മഹാവ്യാധി. ഇത് തിരിച്ചറിയുവാൻ ധൈര്യമുള്ളവൻ നമ്മുടെ മധ്യത്തിൽ ഇല്ലാതെ പോകുന്നതാണ് അതിനേക്കാൾ വലിയ ശാപം. അങ്ങനെ അപൂർവം ചിലവർ അങ്ങനെ ഇവിടെയും ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൂട്ടത്തിലാണ് ഡോക്ടർ വിനോദിനെയും ഡോക്ടർ സാറായെയും ഞാൻ ഹൃദയംഗമമായി സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത്. ഇത് ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിന് നന്മ വരണം, അതിലെ അംഗങ്ങൾക്ക് നന്മ വരണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാനിതിൽ ഇടപെടുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗങ്ങളെ, ഇപ്രകാരമുള്ള ഒരു സഭാ സംവിധാനം കർത്താവ് യേശുക്രിസ്തു യെരുശലേമിൽ ഒരു അത്തിവൃക്ഷത്തിനടുത്ത് എന്ന് വിശപ്പ് അടക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഒന്നുമില്ലാതെ ആ വിശപ്പിൻ്റെ മൂർച്ചയിൽ അതിനെ ശപിച്ചതായി നാം കാണുന്നു. ഫലം പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷങ്ങളിലാണ് നിങ്ങൾ നമ്പുന്നത് എന്ന് തിരിച്ചറിയുക. എന്നാൽ ഇതിന് മാറ്റം വരുത്തുവാൻ സാധിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ആത്മീയമായ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് അർത്ഥവത്തായ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സംവിധാനം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് സാധിക്കണമെങ്കിൽ നിങ്ങൾ ഭീരുക്കളായും അടിമകളായും ഇരുന്നാൽ സാധ്യമല്ല. നിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് അതിൻ്റെ സത്യം 4 പേർ അറിയുന്ന വിധത്തിൽ വെളിയിൽ ഒന്ന് പ്രസ്താവിക്കുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കുക. ഭീരുക്കൾക്ക് ഈ ലോകത്ത് ഒരു നന്മയും വിധിച്ചിട്ടില്ല. അടിമത്വ മനോഭാവമുള്ളവർ ലോകത്തിൽ എപ്പോഴും അടിമകളായി തന്നെ തുടരുമെന്ന് അരിസ്റ്റോട്ടിൽ 2400 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സം പീപ്പിൾ ആർ ബോൺ ടു ബി സ്ലേവ്സ്. ചില ആളുകൾ അടിമകളായി തന്നെ ജീവിക്കുവാനും അടിമകളായി തന്നെ മരിച്ചു പോകുവാനും ജനിക്കുന്നവരാണ്. ഒരു വിധത്തിലും അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ ആരും ശ്രമിച്ചാലും നടക്കത്തില്ല എന്ന് പറയുന്നത് പലപ്പോഴും വളരെ സത്യമാണല്ലോ എന്ന് ഇപ്രകാരമുള്ള പ്രതികരണത്തിൽ കൂടെയൊക്കെ 1-2 പ്രതികരണങ്ങൾ അപ്രകാരമാണെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഞാൻ ആ പ്രതികരണങ്ങൾ വായിച്ച് അത് സംബന്ധമായ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദയവായി എനിക്ക് ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലുള്ള ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയുടെ പട്ടിണി, ക്ഷാമം, ശാപം തിരിച്ചറിയുക. ഇത് നിങ്ങൾക്ക് ഒരു വിധത്തിലും നന്മ ചെയ്യുവാൻ സാധ്യമല്ലാത്തതും നിങ്ങളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്നതും
യേശുവിൻ്റെ നാമത്തിന് ദോഷം മാത്രം വരുത്തുന്നതും ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തു മതത്തെ അപമാനത്തിന് പാത്രീഭൂതമാക്കുവാൻ മാത്രം പര്യാപ്തമായ ഒരു ക്രമീകരണമാണ്. ഇതൊരു ചന്തയാണ്. ചന്തയിൽ നിന്ന് ദൈവികമായ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു ശുശ്രൂഷ പ്രാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് യേശു വിഭാവന ചെയ്ത ആത്മീയമായ കൂട്ടായ്മ ചന്തയുടെ ക്രമീകരണമല്ല എന്നെങ്കിലും തിരിച്ചറിയുവാൻ നിങ്ങൾക്കിടയാകണം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ സംഭവം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതിനെപ്പറ്റി വേണ്ടത്ര വിശദീകരണം ഞാൻ ഇതിൽ കൂടെ നൽകിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ചില ആളുകൾക്ക് എന്തു പറഞ്ഞു കൊടുത്താലും മതിയാകത്തില്ല. അങ്ങനെയുള്ളവരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. അങ്ങനെ നമ്മുടെ മത്സ്യത്തിൽ എത്ര പന്നികളുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ പ്രതികരണത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് പറയുന്നതിൽ സന്തോഷമില്ല, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നട്ടലുള്ളവരായിരിപ്പീൻ, ഭയത്തിൻ്റെ മേൽ വിജയം പ്രാപിപ്പീൻ. നിങ്ങൾ ഭയക്കരുത്, ഭയക്കരുത്, ഭയക്കരുത് എന്ന് ആവർത്തിച്ച് നിർദ്ദേശിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിപ്പീൻ. ഭയവും സ്വാതന്ത്ര്യവും ഒരു കാലത്തും ഒരുമിച്ച് പോകാൻ സാധ്യമല്ല. സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ സധൈര്യം സഞ്ചരിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.